ലോക പ്രശസ്തമായ മിസ്റ്റർ ബീൻ പരമ്പരയിൽ ആകെ 15 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. റോവൻ അറ്റ്കിൻസൺ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മിസ്റ്റർ വൈറ്റ് എന്ന പേരാണ് ഈ കഥാപാത്രത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് പച്ചക്കറികളുടെ പേര് നൽകാമെന്ന് തീരുമാനിക്കുകയും മിസ്റ്റർ കോളിഫ്ലവർ എന്ന് ആലോചിക്കുകയും ചെയ്തു. ഒടുവിലാണ് മിസ്റ്റർ ബീൻ എന്ന പേരിൽ ഉറപ്പിച്ചത്. മിസ്റ്റർ ബീൻ അധികം സംസാരിക്കാത്തതിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട്. റോവൻ അറ്റ്കിൻസണ് ചെറുപ്പത്തിൽ വിക്ക് ഉണ്ടായിരുന്നു. ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഉച്ചരിക്കാൻ അദ്ദേഹം പ്രയാസപ്പെട്ടിരുന്നു. ഇത് മറികടക്കാനാണ് അദ്ദേഹം മുഖഭാവങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഫിസിക്കൽ കോമഡി തിരഞ്ഞെടുത്തത്. ബീനിന്റെ കാറായ മിനി കൂപ്പർ ഒരു കാലത്ത് വലിയ തരംഗമായിരുന്നു. പരമ്പരയിൽ ആകെ 3 കാറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ എപ്പിസോഡിലെ കാർ ഒരു ഓറഞ്ച് നിറത്തിലുള്ളതായിരുന്നു. എന്നാൽ അത് ഷൂട്ടിങ്ങിനിടെ തകർന്നുപോയി. പിന്നീടാണ് നമ്മൾ കാണുന്ന ഐക്കണിക്കായ മഞ്ഞയും കറുപ്പും ചേർന്ന കാർ വന്നത്. വലിയൊരു കാർ പ്രേമിയായ അദ്ദേഹം ഫെരാരി കാറുകൾ വാങ്ങാറില്ല എന്നതാണ് ശ്രദ്ധേയം. 2001 അദ്ദേഹം കുടുംബത്തോടൊപ്പം കെനിയയിൽ വിമാനയാത്ര നടത്തുകയായിരുന്നു. യാത്രാമധ്യേ വിമാനത്തിന്റെ പൈലറ്റ് ബോധരഹിതനായി. വിമാനം നിയന്ത്രണം വിട്ട അവസ്ഥയിൽ ഒട്ടും പരിഭ്രമിക്കാതെ റോവൻ അറ്റ്കിൻസൺ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പൈലറ്റിന് ബോധം വരുന്നതുവരെ അത് സുരക്ഷിതമായി പറത്തുകയും ചെയ്തു. മിസ്റ്റർ ബീൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്റെ ടെഡ്ഡി ബിയറിനെയാണ്. ബീൻ ടെഡ്ഡിയെ വെറും ഒരു പാവയായോ കളിക്കോപ്പായോ അല്ല കാണുന്നത്. ടെഡ്ഡിക്ക് ജീവനുണ്ടെന്നും താൻ പറയുന്നത് കേൾക്കാൻ കഴിയുമെന്നുമാണ് ബീനിന്റെ വിശ്വാസം. നെറ്റ്ഫ്ലിക്സിലെ മാൻ vs ബി എന്ന ഹിറ്റ് സീരീസിന് ശേഷം റോവൻ അറ്റ്കിൻസൺ സമാനമായ ശൈലിയിൽ അവതരിപ്പിച്ച പുതിയ വർക്കാണ് മാൻ vs ബേബി. മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് റോവൻ അറ്റ്കിൻസൺ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരു പുരുഷന്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയ 11 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് മിസ്റ്റർ ബീൻ. ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാത്തതിനാൽ ഏവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നവയാണ് മിസ്റ്റർ ബീൻ പരമ്പരകൾ. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.